ഹലോ ഫ്രണ്ട്സ്, RJ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ്. ഞാനിവിടെ 2 വലിയ പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, ചെറിയ ഉള്ളി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മെഴുക്ക് പുരട്ടിയിലൊക്കെ എപ്പോഴും ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കണേ. ഉള്ളി നമ്മൾ ഏത് കറിക്ക് ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും പച്ചക്കായ അരിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അരിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ പച്ചക്കായക്ക് ഒരു കറി ഉണ്ടാവും, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകും പച്ചമണം മാറുന്നതുപോലെ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വറ്റൽമുളക് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. പച്ചക്ക പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഇവിടെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ലതുപോലെ ഉലർന്നു വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കായൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. താങ്ക് യു.